നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. 4 പതിറ്റാണ്ടിന്റെ പാരമ്പര്യത്തിലും വിശ്വാസ്യതയിലും വിലക്കുറവിലും അതിനൂതന കളക്ഷനുകളിലൂടെ ജനമനസ്സുകളിൽ ഇടം നേടിയ ആമിയ ഗോൾഡ് ഡയമണ്ട്സ് ഒട്ടേറെ പുതിയ കളക്ഷൻസുമായി നിങ്ങളിലേക്ക്. ഡയമണ്ട്, ടർക്കിഷ്, ആന്റിക്, കേരള ഡിസൈൻ, ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് ആണ് ആമിയ ഗോൾഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. Redefining elegance, crafted with traditional Amia Gold and Diamonds, Bypass Road, Chaman, 0494 2462 916, mobile 9037 917 916. വാർത്തകൾ വിശദമായി. കാർഷിക മേഖലയിൽ ഡ്രോൺ ഉപയോഗപ്പെടുത്തി പറപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ 150 ഹെക്ടറിലേറെ പാടത്ത് നെൽകൃഷി ചെയ്യുന്ന പഞ്ചായത്താണ് പറപ്പൂർ. തരിശു നിലങ്ങളില്ലാതെ വിവിധ പദ്ധതികളിലൂടെ പഞ്ചായത്തിലെ മുഴുവൻ പാടശേഖരങ്ങളിലും കൃഷി ചെയ്തു വരുന്നുണ്ട്. ഡ്രോൺ ഉപയോഗിച്ച് സൂക്ഷ്മമൂലക വളപ്രയോഗം നടപ്പാക്കുന്ന പദ്ധതി 1-2 വാർഡുകളിൽപ്പെട്ട അമലപ്പാടത്താണ് ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ സൈദുബിൻ നിർവഹിച്ചു. നമ്മുടെ ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള സൂക്ഷ്മമൂലകങ്ങളെ ഡ്രോൺ ഉപയോഗിച്ച് നമ്മുടെ കാർഷിക രംഗത്ത് വലിയൊരു മുന്നേറ്റം പറപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ നമ്മൾ ആരംഭിക്കുകയാണ്. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PT റസിയ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ താഹിറ ടീച്ചർ, മെമ്പർ ബാവ, മറ്റു നല്ലവരായ കൃഷിക്കാരെ. വളരെയധികം സന്തോഷമുണ്ട്. പറപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ ഓരോ വർഷവും ഹെക്ടർ കണക്കിന് നെല്ല് നമ്മൾ കയറ്റി അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ കർഷകർ ഒരു തരി തുണ്ട് ഭൂമി പോലും ഇല്ലാതെ മുഴുവൻ പാടശേഖരങ്ങളിലും കൃഷി ചെയ്തു വരികയാണ്. ഇനി നമുക്ക് തരിശുഭൂമി ഇല്ല എന്ന് തന്നെ പറയാം. മാക്സിമം അവർ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് കൃഷി നടത്തുന്നത്. അതിന് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് സബ്സിഡി നിരക്കിലൊക്കെ എല്ലാ സപ്പോർട്ടുകളും ചെയ്തു വരികയാണ്. ഏതായാലും നമ്മുടെ കൃഷി വകുപ്പും അതുപോലെ കൃഷിഭവനും പറപ്പൂർ ഗ്രാമപഞ്ചായത്തും ഇന്നിവിടെ നടക്കുന്നത് നമ്മുടെ ഈ സൂക്ഷ്മമൂലകങ്ങളെ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പ്രദേശത്ത് അമലപ്പാടത്ത് ഏകദേശം 20 ഹെക്ടർ സ്ഥലത്ത് അതിൻ്റെ സൂക്ഷ്മമൂലകം അടിക്കുകയാണ്. അതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനമാണ് ഇവിടെ ഉള്ളത്. ഇതിലേക്ക് എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യും. അതോടൊപ്പം ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ചടങ്ങിൽ വികസന സ്ഥിരം സമിതി ചെയർപേഴ്സൺ PT റസിയ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ താഹിറ എടയാടൻ, മെമ്പർ T അബ്ദുൾ റസാഖ്, E K സുബൈർ മാസ്റ്റർ, VS ബഷീർ മാസ്റ്റർ, VS മുഹമ്മദ് അലി, അഖില ബഷീർ, ഷാക്കിറ, പാടശേഖര സമിതി ഭാരവാഹികളായ C രാജൻ, E K കുഞ്ഞിമുഹമ്മദ്, TC ഷംസു, E K ഖമറുദ്ദീൻ, കൊമ്പൻ അസീസ്, AK അസീസ്, TC ലത്തീഫ്, P അനൂപ്, മുഹമ്മദ് അലി ബാവ, ചെമ്പൻ നാസർ, P കുഞ്ഞാലൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, വേങ്ങര.